നാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. പാപികളായി തിരുടിയാരുടെ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണുനെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിക്കണമേ. തുടർന്ന് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കാകുന്നു. നിനക്ക് സമാധാനം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമേ തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും അപേക്ഷിക്കണമേ. ആമീൻ. ഖേദിക്കേണ്ട മശീഹായിൽ മൃതരായോരേ, പ്രതിഫലദിനവും പുനരുത്ഥാനവുമായി രാജസുതൻ തന്നെതിരേൽപ്പിനു ചേരാൻ നിങ്ങൾ നാശം കൂടാതെഴുന്നേൽക്കും. കബറുകളിൽ നിന്നും മഹിതമതാ നിലയന്തി ചാർത്തി സ്തുതി പാടും. തൻ സവിധേ നിങ്ങൾ സുതജീവതനെ ദയചേടേണം. ബാറക്കുലബോലബറോവൽ റൂഹോ കാദീശോ. ധൂപാർപ്പണമതു മൂന്നാം നാളിൽ മൃതരായോർക്കായി ചെയ്യും പതിവാദി തന്നെ സിദ്ധ കാണിച്ചാർ. മോരാനീശോ പ്രതിപൂണ്ട പോളീറേർമർത്യർ റൂഹാമൂലം കബറുള്ളിൽ സംസ്കാരം ചെയ്തു. മണ്ണാലാം നാമിനെ സൃഷ്ടിച്ചോർ ഉയരുന്ന ധനുധൂപം വെച്ച അടിയാർ ധൂപ നിന്ദാശ്വാസം നൽക. പുനരുത്ഥാനത്തിൽ നിന്നോട് സൃഷ്ടിയ നീ പുതുതാക്കിയിടണമേ. ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. അവരബറാഹാത്തിൻ്റെയും ഇസഹാക്കുടെയും യാക്കോബിനുടെയും മടിയിൽ പാർക്കണമേ. വന്നവരും വരുവോനും മൃതർ തന്നുയിരും സുതനു ശരീരാത്മാക്കൾ പാടണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പാർക്കുമോർ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രാജ്യം ശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ കർത്താവ് യേശുമിശിഹായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിന്റെ അപേക്ഷിക്കണമേ. ആമേൻ. പാർക്കുമോർ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കരുണയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയെ പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് സ്തുതി ചെയ്യുന്നു. രക്ഷകനായ നിനക്ക് സ്തുതി. പാർക്കുമോർ. പാർക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. എങ്കിലും രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ കർത്താവ് യേശുമിശിഹായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമറിയമേ തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിന്റെ അപേക്ഷിക്കണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും സ്ഥിരപ്പെടുമാറാകണമേ. ആമേൻ. ഇടപെടാതെയുള്ള ശാന്തിയോടും പുഷ്ടിയുള്ള സമാധാനത്തോടും നിർമ്മല സ്നേഹത്തോടും ശോഭിത ആത്മാവോടും വെടിപ്പുള്ള വിചാരങ്ങളോടും പരിശുദ്ധ റൂഹായുടെ കീർത്തനങ്ങളോടും കൂടെ ശ്രേഷ്ഠ പോരാട്ടക്കാരനായ മർക്കുറിയാഗോസിൻ്റെയും ശുദ്ധിമതിയായ യോലോദ്യമ്മയുടെയും ഓർമ്മയുടെയും പരിമള ദിവസത്തെ പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അവരുടെ ശുശ്രൂഷയുടെ നിലയിൽ പരിശുദ്ധൻ്റെയും മാതാവിൻ്റെയും പ്രാർത്ഥനകൾ മുഖാന്തരം ശക്തീകരിക്കപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ അസ്ഥികളാൽ സഹായിക്കപ്പെടുവാനും ഞങ്ങൾക്ക് സംഗതിയാക്കണമെന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എന്നേക്കും സ്തുതിയും ആരാധനയും അടിയങ്ങൾ കരേറ്റുന്നു. ബർക്ക്മോർ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. എൻ്റെ കരുണയുടെ ബൗദ്ധത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങളെ മായിച്ചു കളയണമേ. ന്യായത്തിനായി കഴുകി എൻ്റെ പാപങ്ങൾ വെടിപ്പാക്കണമേ. എന്തെന്നാൾ എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപങ്ങൾ എപ്പോഴും എൻ്റെ നേരെയിരിക്കുന്നു. എനിക്ക് വിരോധമായതിന് ഞാൻ പാപം ചെയ്തു, തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിരോധനത്തിൽ നിയന്ത്രിക്കപ്പെടുകയും എന്റെ ന്യായത്തിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്ന് അന്യായത്തിനാൽ ഉത്ഭവിച്ചു. പാപങ്ങൾ എന്റെ മാതാവിനെ ദുർവഹിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നേറിയച്ചു. നിന്റെ സ്വഭാവം കൊണ്ട് എന്നെ മേൽ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ, ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. എന്റെ ആണ്ട് സന്തോഷത്തോടെ തൃപ്തിയാക്കണമേ, ക്ഷീണത്തിൽ എന്റെ അസ്ഥികൾ സന്തോഷിക്കും.
എൻ്റെ പാവൽ നീ തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയത്തെ എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ തന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കുകയും വരുതേ. എന്നാലും നിന്റെ ആത്മാവിനശ്യം എനിക്ക് തിരിച്ചരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരൻ നിന്റെ വഴി വിടുവിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികളെ പാടും. എന്നാൽ ബലികൾ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമരികൾ നീ ഇരിപ്പാതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിഗ്യോനോട് നന്മ ചെയ്യണമേ. ഉർസ്ലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടി ഹോമബലികളും ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരേറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. ഞാൻ വിളിച്ചുവല്ലോ, എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. എന്റെ വചനങ്ങളെ സൂക്ഷിച്ചിട്ട് കൈക്കൊള്ളുകയും ചെയ്യണമേ. എന്റെ പ്രാർത്ഥന ഉണ്ടാവും പോലെയും എന്റെ കൈകൾ കാഴ്ച സൗന്ദര്യ വഴിപാട് പോലെ എനിക്ക് മാറാകണമേ. എന്റെ ഹൃദയം ദുഷ്കാര്യത്തിൽ ചായാതെയും ഞാൻ അന്യക്കൾ പ്രവർത്തിക്കാതെ ഇരിക്കത്തക്കവണ്ണം എന്റെ വായിക്ക് കാവൽക്കാരനെയും എന്റെ ആദരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനെ നിയമിക്കണമേ. ദുഷ്ടമനുഷ്യനോട് കൂടി ഞാൻ ചേരുമാറാകരുതേ. നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരാണ് എൻ്റെ തലയ്ക്ക് ഒഴിവാകാതിരിക്കട്ടെ. എന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ ദോഷനിമിത്തമാകുന്നു. അവരുടെ വിധികർത്താക്കൾ പാരെ മുന്നേ തടയപ്പെട്ടു. ഇമ്പമുള്ള എൻ്റെ വചനങ്ങളെ അവർ കേട്ടു. കൊഴുഭൂമി പിളർക്കുന്നത് പോലെ ശൗക്കയുടെ വായിക്കവരുടെ അവരുടെ ചിത്രപ്പെട്ടു. കർത്താവ്, ഞാൻ എൻ്റെ കണ്ണുകളെ നിന്റെ അടുക്കിലേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എൻ്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നത് വരെ ന്യായക്കാർ തങ്ങളുടെ വലകളിൽ ഒരുമിച്ച് വീഴട്ടെ. എൻ്റെ ആത്മാവ് കൊണ്ടു വീട്ടപ്പോൾ ഞാൻ ശബ്ദത്താൽ കർത്താവിനെ വിളിച്ചു. എൻ ശബ്ദത്താൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവൻ്റെ മുമ്പാകെ ഞാൻ സങ്കടം ബോധിപ്പിച്ചു. അവൻ്റെ മുമ്പാകെ നിരക്ക് ഞാൻ അറിയിക്കുകയും ചെയ്തു. നീ എൻ്റെ ഓട് വഴികളെ അറിയുന്നുവല്ലോ. എൻ്റെ നടപ്പുകളുടെ വഴിയിൽ അവർ എനിക്ക് കണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി, എന്നെ അറിയുന്നവനില്ല എന്ന് ഞാൻ കണ്ടു. സംഗീത സ്ഥലം എനിക്കില്ലാതെയായി. എൻ്റെ ദേഹിക്ക് വേണ്ടി പകരം ചോദിക്കുന്നവനുമില്ല. കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവേ, ജീവിച്ചിരിക്കുന്നവരുടെ ദേശത്ത് എൻ്റെ ആശ്രയം എൻ്റെ ഓഹരി നീയാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എൻ്റെ അപേക്ഷ സൂക്ഷിച്ച് കേൾക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നെക്കാൾ ബലവാന്മാരായതുകൊണ്ട് അവരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാനിത് നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉത്തരമരുളി ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വെളുക്കും, എൻ്റെ ഓടുവഴികൾക്ക് പ്രകാശമാകുന്നു. നിന്റെ നീതിയുള്ള വിധികൾ ആചരിപ്പാനായിട്ട് ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവിന്റെ വചനപ്രകാരം ജീവിപ്പിക്കണമേ. കർത്താവിന്റെ വായിലെ വചനങ്ങളിൽ നീ ഇഷ്ടപ്പെടണമേ. നിന്റെ ന്യായങ്ങളിൽ നിന്ന് എന്നെ പഠിപ്പിക്കണമേ. എന്റെ ദേഹിയില്ല ഇപ്പോൾ നിന്റെ കയ്യിലിരിക്കുന്നു. നിന്റെ വേദപ്രമാണം ഞാൻ മറന്നില്ല. പാപികൾ എനിക്ക് വേണ്ടി കണികളെ മറച്ചു വെച്ചു. എന്നാലും ഞാൻ നിന്റെ കൽപ്പനയിൽ നിന്നും മാറിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷി അവകാശമായി സ്വീകരിച്ചു. എന്നാൽ അതെന്റെ ഹൃദയത്തിന് ആനന്ദമാവുന്നു. നിന്റെ കൽപ്പനകളെ എന്നത്തേക്ക് സത്യത്തോടെ നിവർത്തിപ്പാനായിട്ട് ഞാൻ എൻ്റെ ഹൃദയം തിരിച്ചു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പിൻ. സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് എന്നേക്കും കർത്താവാകുന്നു. ദൈവമേ, സ്തുതിയോഗ്യമാകുന്നു. സമാധാനം ശാന്തിയും തന്റെ കോപത്തിൻ
ബാറഖ്മോർ പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരപ്രകാരം ജനിച്ചവനും ശിശുക്കളും വൈദ്യങ്ങളും തന്നെ പ്രതിപദമേൽക്കുകയും ഉദരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അന്ത്യാസുതൻ തന്റെ മുൻപാകെ സന്തോഷിച്ച് തുള്ളിക്കളിച്ചവനും തന്റെ ഉർസ്ലേമിലേക്കുള്ള പ്രവേശനത്തിങ്കൽ ശിശുക്കളും യുവാക്കളും ഓശാന ഗീതങ്ങളാൽ തന്നെ മഹത്വപ്പെടുത്തിയവനും തന്നെ സമീപിച്ച ശിശുക്കളെ തന്റെ തൃക്കര നീട്ടി അനുഗ്രഹിച്ചവനും തന്റെ ശിഷ്യന്മാരോട് അവരെ തടയരുത്, ദൈവരാജ് ഇവരെ പോലെയുള്ളവരുടേതാകുന്നു എന്ന് അരുളി ചെയ്തവനും 3 വയസ്സ് മാത്രമുള്ള മോർ കുര്യാക്കോസിന് ന്യായാധിപന്മാരുടെ മുൻപാകെ പ്രായപൂർത്തിയായ പുരുഷൻ എന്നവണ്ണം വിശ്വാസവചനം നൽകിയവനും ആകൽ കർസായോടും അവന്റെ സൈന്യങ്ങളോടും അവൻ പോരാട്ടം നടത്തുകയും അവനിൽ ആകാശവും ഭൂമിയും അത്ഭുതപ്പെടുമാറ് പ്രവർത്തിക്കുകയും ചെയ്ത കർത്താവിന് സ്തുതി. തനിക്ക് തന്റെ വിശ്വസ സേവകനും അടിയങ്ങളുടെ അനുഗ്രഹവുമായ മോർ കുര്യാക്കോസായുടെയും മോർ തിയുലുത്തി അമ്മയുടെയും അനുഗ്രഹീതമായ ഓർമ്മ പെരുന്നാളിന്റെ സന്ധ്യാ നമസ്കാരത്തിന്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഉടയവനെ അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബാറഖ്മോർ ബുൽഹുനിയമോ സ്വദഹായ ബാറഖ്മോർ സകലത്തിലും ധന്യവും താൻ മാത്രം മഹനീയനും കാരുണ്യവാനും ദയാലുവും ഇല്ലായ്മയിൽ നിന്നുള്ള അവസ്ഥയിലേക്ക് വിളിച്ചു വരുത്തുകയും ആഴത്തിൽ നിന്ന് ഉന്നതിയിലേക്ക് കരയേറ്റുകയും കുപ്പയിൽ നിന്ന് പരമാർത്ഥിയായവനെ ഉയർത്തുകയും പരിവാഹതയുള്ള യുലുത്തിയെയും അവളുടെ 3 വയസ്സുള്ള പുത്രൻ കുര്യാക്കോസിനെയും സാത്താനോടും അവന്റെ സൈന്യങ്ങളോടുമുള്ള പോരാട്ടത്തിന് അഭിഷേകം ചെയ്യുകയും അവർണ്ണനീയമായ പ്രത്യാശയും ധൈര്യവും ശക്തിയും ജ്ഞാനവും കൊണ്ട് അവരെ നിറയ്ക്കുകയും ചെയ്തയോമേ. മറുതലിപ്പുകാരനായ അകൽ കർസായും അവന്റെ സേവകരും ശുശ്രൂഷകന്മാരുമായ വിഗ്രഹാരാധനക്കാരായ അവന്റെ രാജാക്കന്മാരെ ഉത്സാഹിപ്പിക്കുകയും നിന്റെ ജനത്തോട് പോരാടുവാൻ നിർബന്ധിപ്പിക്കുകയും ചെയ്തു. നിഗൂഢങ്ങളും ദുർഗ്രഹങ്ങളുമായ നിന്റെ വിധികൾ പോലെ നിന്റെ സ്ലീബായ രക്ഷിക്കപ്പെട്ട് നിന്റെ ആരാധകരുടെ മേൽ അവൻ പീഡയെ നിയമിച്ചു. കർത്താവേ, ഞങ്ങളുടെ അടുക്കിലേക്കുള്ള നിന്റെ കൃപകൾക്ക് പ്രദാനം നൽകുവാൻ കഴിയുന്നവൻ ആരാകുന്നു? നിനക്ക് സ്തുതി. ആകയാൽ മോർ കുര്യാക്കോസായുടെയും മോർ തിയുലുത്തി അമ്മയുടെയും അനുഗ്രഹീത പെരുന്നാളിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് കൂടുന്നു. ദാനധർമ്മത്താൽ ഉത്തമ കിരീടം ഞങ്ങൾ മെടയുന്നു. അവരെ പുകഴ്ത്തി ഞങ്ങൾ ഇപ്രകാരം പറയുന്നു: ദൈവത്തിന്റെ ജീവനുള്ള കുഞ്ഞാടിനെ യാഗമായി ആശ്വാസത്തോടെ സമർപ്പിച്ച മോർ കുര്യാക്കോസിനെ പ്രസവിച്ച വെടിപ്പുള്ള മാതാവായ വാഴ്ത്തപ്പെട്ട മോർ തിയുലുത്തി എന്ന പെണ്ണാടായുള്ളോവേ, നിനക്ക് ഭാഗ്യം. മരണസമയത്ത് തന്റെ മാതാവായ യുലുത്തിയെ അത്ഭുതകരമായി ധൈര്യപ്പെടുത്തി കളങ്കമില്ലാത്ത കുഞ്ഞാടായ മോർ കുര്യാക്കോസേ, നിനക്ക് ഭാഗ്യം. മോഹനീയ പക്ഷിക്കുഞ്ഞായ മോർ കുര്യാക്കോസിനെ സ്വർഗീയ കഴുകനായ മിശിഹായിക്ക് കാഴ്ച എന്ന വണ്ണം ഒരുക്കത്തോടെ കരേറ്റിയ പരമാർത്ഥ പ്രാവായ മോർ തിയുലുത്തി, നിനക്ക് ഭാഗ്യം. ക്രൂരനായവനോട് ജ്ഞാനത്തോടെയുള്ള നിന്റെ മറുപടിയാൽ നിന്റെ മാതാവായ യുലുത്തിയെ സന്തോഷിപ്പിച്ച ആഗ്രഹിക്കത്തക്ക തിരുപക്ഷിയായ മോർ കുര്യാക്കോസേ, നിനക്ക് ഭാഗ്യം. കഷ്ടതയുള്ളതും താൽക്കാലികവുമായ ജീവന്റെ പകരം നീതിയോടെ നിങ്ങൾ നിത്യജീവൻ സമ്പാദിച്ചതിനാൽ നിങ്ങൾക്ക് ഭാഗ്യം. നിങ്ങൾ നിരസിച്ച ലോകമഹത്വത്തിന് പകരം മഹനീയനായ നിങ്ങളുടെ നാഥനിൽ നിന്ന് സ്വർഗരാജ്യത്തിന്റെ മഹിമയും ഐശ്വര്യവും നിങ്ങൾ പ്രാപിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യം. ആകയാൽ അവരെ ജ്ഞാനികളാക്കി ശക്തീകരിച്ച് കിരീടം ധരിപ്പിച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ പരിശുദ്ധ സഭാമക്കളെ എല്ലാവരെയും അവരുടെ കിരീടധാരണത്തിന്റെ ഈ ദിവസത്തിലും ഞങ്ങളുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും നിരാശയും മനോദുഃഖവും കൂടാതെ തിരഹിതം പ്രവർത്തിക്കുന്നതിനും നിന്റെ ന്യായപ്രമാണം നിറവേറ്റുന്നതിനും നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും യോഗ്യന്മാരാക്കണമേ. രോഗികൾക്കും പീഡിതർക്കും ഞെരുക്കങ്ങളിൽ നിന്നുള്ള ആശ്വാസത്തെ ഉളവാക്കണമേ.
പാപികൾക്കും കടക്കാർക്കും കടങ്ങളുടെയും പാപങ്ങളുടെയും പാപപരിഹാരം നൽകണമേ. ഭോഷന്മാർക്ക് നഷ്ടപ്പെട്ടവർക്കും നാശത്തിൽ നിന്ന് നീതിങ്കിലേക്കുള്ള തിരിച്ചുവരവിനും ദുഃഖത്തിലും വിലാപത്തിലും ഇരിക്കുന്നവർക്ക് ധൈര്യവും ആശ്വാസവും, അന്യായം ചെയ്യപ്പെട്ടവർക്കും കവർച്ച ചെയ്യപ്പെട്ടവർക്ക് ധൈര്യവും നല്ല പ്രത്യാശയും, പരമാർത്ഥികൾക്കും ദരിദ്രന്മാർക്കും നല്ല സംതൃപ്തിയും കൃതജ്ഞതയും, പള്ളികൾക്കും നേറാകൾക്കും മുതൽ നിവാസികൾക്കും നിരപ്പും സമാധാനവും നല്ല വേലയും, വിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് നിന്റെ രാജ്യത്തിലെ ആശ്വാസവും ഇമ്പവും, താൽക്കാലികമായ ജീവിതത്തിൽ അവശേഷിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് കരുണയോടുകൂടിയുള്ള പുറപ്പാടും ഓയാറിൽ ഇതരാത്മാക്കളുടെ പിടിയിൽ നിന്നുള്ള സംരക്ഷണവും നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുൻപാകെയുള്ള ആനന്ദകരമായ നിലയും നിത്യരാജ്യത്തിലേക്കുള്ള സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ വബകുലിസ്ബാൻ ലവൽമിൻ മനാലോഹോന കാബൽ ഹോസോയോ ദഹൗബൈ ഉസ്ബകോന ദതോഹെ ബത്രായിഹോ വൽമിലവോലം വൽമീൻ. വാഴ്ത്തുക നാഥന സർവജനം നിബിയ സഹദേർക്കും പരിമളധൂപത്തോ നോർമഭവിക്കട്ടെ ബാരക്കുമോ. നിന്നോലം മാതാവൽ മോലം ഉൽനീരാമേ വിമല സഭയ്ക്കും പ്രജകൾക്കെല്ലാവർക്കും പരിമളധൂപത്തോ നോർമഭവിക്കട്ടെ മറിയാമിന്നോർമ വാഴ്വായി തീരണമേ. അവളുടെ യാചനകൾ കോട്ടയതാകട്ടെ. ദൈവസുതൻ ജനനീ കന്യക മറിയാമേ നോയാർ മുഴുവനിലും പരിമളമേകുന്നു. ഭാഗ്യം ദിവ്യർക്കും ഭാഗ്യം ശ്രീഹർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനെ മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ മാടാൻ ചിറകുകൾ പോന്നത പദമേറി നീതി നിറഞ്ഞവരെ ന്യായാധിപതി നീ കൃപയാൽ ക്ഷമയേകി ദയ ചൊരിയുകനാഥ. ത്യജിച്ചു പറഞ്ഞോനാം ശീമോനെന്നതുപോൽ ശരണാഗതനാമേ മേൽദയ ചെയ്യണമേ. ആതങ്കം തീണ്ട താനന്ദസ്ഥാനേ പിതൃസോദരരെല്ലാം വിശ്രമമേൽക്കണമേ. ബർഖുമോർ എന്റെ നാഥ, നിന്റെ രക്തസാക്ഷിയായ മോർ കുര്യാക്കോസിന്റെ ഓർമ്മ ദിവസത്തിൽ നിന്റെ ആശ്വാസത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നതായ ഈ ധൂമത്തെ ഞങ്ങളുടെ ബലഹീനമായ കരങ്ങളിൽ നിന്ന് നീ കൈക്കൊള്ളണമേ. നിന്റെ കൃപയാൽ കടങ്ങളുടെ പരിഹാരത്തോടും പാപമോചനത്തോടും കൂടെ കരുണയും മനോഗുണവും ഞങ്ങളെല്ലാവർക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമായുള്ളവേ, സത്യവിശ്വാസത്തോടെ നിന്നിലുള്ളതായ ശരണത്തിൽ നിദ്ര പ്രാപിച്ച് ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരങ്ങളെയും ഗുരുക്കന്മാരുമായ എല്ലാവരെയും അവിടുന്ന് ആശ്വസിച്ച് പുണ്യപ്പെടുത്തണമേ. മോറന്മാലുഹാൻ ലെവൽമീൻ. രാജേശ്വരി നിൻവലഭാഗി ഹാലേലുയ്യ. ദൈവജനനീ ധന്യേ കന്യകമറിയാം തനുകൊണ്ടൊരു മേഘം നീ
ശോഭ പരത്തിയൊരമ്പരവും നീ ദൃഷ്ടാന്തമതാൽ മോശവരച്ച ദിവ്യ ഭരണം നീ ഭൂവാനം സംവാഹി പോലെ പേറിയ ശാരീരികരഥവും നീ കർത്തൃഹിതത്താൽ തന്മാലാവായി തീർന്നൊരു തരുണി മാറിക്കുമോ Bole brovel roho kadisho Hallelujah ദൈവാചനരി കന്യകാനാദിശയിൽ നിന്നൈകൾ മേലലറുന്നോരലകൾ നീക്കണമേ സർവേശ സവിധം ധൈര്യമുള്ളോരും തിരുസുതനരുളും ദയങ്ങളിലാകാം സൗഖ്യം രോഗാതുരരേകട്ടെ വിഷമിപ്പോ ആശ്വാസത്തെയും ദൂരസ്ഥ പ്രത്യാഗമനം മോചനമെങ്ങൾക്കും നിൻവത്സലം പന്തിരുശ്രീഹർ പ്രാർത്ഥന മൂലം വാഴ്ത്തുകനാഥ കൃപയാലെ പന്തിരുമാസങ്ങൾ വന്നിടുക കാലാകാലം വേനൽ വർഷം നന്മകളാഥൻ നൽകട്ടെ വിളവോ മികവിളവും ഫലമൂലം നിങ്ങൾ വളരാനായി വാഴ്വേറും വൃഷ്ടിയുമേകണമേ നിർധനരവശം ഭക്ഷിച്ചു നിസ്തുതി പാടട്ടെ സ്തേഫാനോസിൻ വദനേരത്തേറ്റൊരു പീഡ കഷ്ടതകൾ ചിന്തിച്ച് ഞാൻ വിസ്മിതനായി പാരം കല്ലേറുകളേൽക്കുമ്പോഴും പ്രാർത്ഥിച്ചേവം അറിയാതിവരിതു ചെയ്യുന്നു ക്ഷമ നൽകുകനാഥ മൃതിനേരെ തരികൾക്കായി പ്രാർത്ഥിച്ചൊരുനാഥൻ അനുയോജ്യം ദാസൻ തൽ പ്രാർത്ഥനയിൽ ചേർക്കണമേ കരുണാമയനേശു നാഥാനിൻ വരവുവരേക്കും സഭയിൽ നിന്നും മക്കളിൽ നിന്നും മോർക്കുരിയാക്കോസ് പ്രതിമ നീടരുതേ ദേയരാകൾ പള്ളികളിലും നാനാദിശയിൽ സ്തുതിയുയരട്ടെ നിൻപേർക്കായി വർദ്ധിതമായെന്നും സ്തുതിയുയരേ ഈറേന്മാർ വൃന്ദം ഭൂവി മനുജർ സ്തോത്രവും അർപ്പിക്കും ഭക്തസ്മൃതി വിസ്തൃതമാക്കും തിരുനാമത്തിനായി നാഥാമുഖപക്ഷം തെല്ലും നിൻവിധി നേരത്തില്ലാത്തതിനാലീ പാവി ഖേദിക്കുന്നേറ്റം ഭീകരമാം ഗ്രന്ഥത്തിനും നിന്നുടെ നീതി എൻ പിഴ പ്രഖ്യാപിക്കുമ്പോൾ നിൻ കൃപദയ ചെയ്യുക നിൻ കൃപ നിൻ നീതിയുണർത്തിക്കും എൻ കുറ്റം മോചനവും നേടും പാപം ചെയ്ത് നീക്കുന്നിൻ ദയതോ നിണമിന്മേ ന്യായേശൻ നിഷ്കരുണം വിധി ചെയ്തിടും ഇല്ലാതെയും മുഖപക്ഷം കൈകോ നീയുമിവിടെ
ബാഷ്പഗണങ്ങൾ കാണല്ലോ തിരുമുൻപിൽ പ്രീതി നാഥായ കണ്ണീർ കൈക്കൊണ്ടേ എൻ പാപം കടവും മോചിക്കാം കൃപയാലിന്മേ കനിയണമേ ദയചെയ്യുകനാഥ ഞങ്ങൾക്കായി അവതീർണനായി നരനായി തീർന്ന പീഡകളേറ്റി രക്ഷിച്ച നാഥ ദേവേശ പുനരാഗമനം നൽകാനായി ശബ്ദമതാം ഭൂമിൽ നീരേവി നിൻ ശരണേ നീതികരായി നിന്റെ ഉദ്ധാനം കാക്ഷിക്കുന്നോരിൽ കന്മഷമെല്ലാം നീക്കണമേ പ്രഭയിൽ ചേർക്കണമേ. കൊല്ലാനുള്ളാടുകളായി ഞങ്ങളെ എണ്ണുന്നു. മടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവിയെടുത്തപ്പെടും ഭാവായിക്കപ്പെടുന്ന കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. മകർസുഹായ ഫുർഖോൻ ലവൽമോ Barkmar Hollande ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ നിങ്ങൾ പാമ്പുകളെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവുകളെ പോലെ പരമാർത്ഥതയുള്ളവരും ആയിരിപ്പിൻ. മനുഷ്യരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ അവർ നിങ്ങളെ വ്യവഹാര മണ്ഡപത്തിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ സംഘാലയങ്ങളിൽ വെച്ച് അടിക്കുകയും ചെയ്യും. ഞാൻ മൂലമായി നിങ്ങൾ അവരാൽ നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സമക്ഷത്തിൽ തങ്ങളുടെയും പ്രജാതികളുടെയും സാക്ഷ്യത്തിന് വേണ്ടി കൊണ്ടുപോകപ്പെടും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെയാണ് എന്താണ് പറയേണ്ടത് എന്ന് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. പറയുവാനുള്ളത് നാഴിയിൽ നിങ്ങൾക്ക് തോന്നിക്കൊള്ളും. എന്തെന്നാൽ പറയുന്നത് നിങ്ങളല്ല, പിന്നെയോ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് നിങ്ങളെ കൊണ്ട് പറയിക്കുകയാകുന്നു ചെയ്യുന്നത്. സഹോദരൻ തൻ്റെ സഹോദരനെയും പിതാവ് തൻ്റെ പുത്രനെയും കൊലയ്ക്കായി ഏൽപ്പിക്കും. പുത്രൻ പിതാക്കന്മാർക്ക് വിരോധമായി നിന്നവരെ കൊല്ലിക്കുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം നിങ്ങളെല്ലാവരാലും ദേഷിക്കപ്പെട്ടവരായി തീരും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് നമ്മുടെ കർത്താവ് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ിലപ്പൻ കൃപ ചെയ്വതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും.
കാദീശോ താലേ നിൻ കൃപയിൽ നാഥ നിന്റെ മാതൃവിശുദ്ധരോടോർമ്മയിൽ ഞങ്ങളെ ചേർത്തിടണമേ തൽ പ്രാർത്ഥനയാ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും ധ്രുവത്സലരെ സുധമർമ്മതി ആത്മജരേത വേദം പ്രാമേ ചാർദ്ദരയെല്ലാം സംരക്ഷിപ്പേ മാതൃവിശുദ്ധരോടോർമ്മയെ ഘോഷിക്കും ഞങ്ങൾക്കും വേഗതർക്കും സൽ പുണ്യം നൽകാ തൽ പ്രാർത്ഥനയാ സ്മൃതി വളരട്ടെ ശോധൻ നീ ആലോഹോ സുധൻ നീ ശോധൻ നീ ആലോഹോ ശോധൻ നീ ആലോഹോ സുധൻ നീ
പരിശുദ്ധനേ, കൃപ ചെയ്തിടണമേ. നാഥ കൃപ ചെയ്തിടണമേ. കൃപ ചെയ്യുക. നാഥകർമ്മവും അർത്ഥനകളും ഏറ്റിടവയാൽ കൃപ ചെയ്തിടണമേ. സ്തോത്രം ദേവേശ. സ്തോത്രം സൃഷ്ടാവേ. സ്തോത്രം പാപികളടിയാരിൽ കൃപ ചെയ്തിടൂ. മഷിഹാരാജാവേ, പാരിക്കുമോ. ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. പാർക്കുമോർ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന രക്ഷകനായ നിനക്ക് സ്തുതി. പാരിക്കുമോർ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മാതാവേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിത്യമായ കർത്താവേ, യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമായ നീ മർത്തമറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലേക്കും ദൈവത്തിന്റെ അപേക്ഷയോടുകൂടെ. ആമേൻ. പരിശുദ്ധന്മാർക്കായി കാക്കപ്പെടുമോ ധ്യാനം പൂകായി വാനെന്നെ വേലിക്കൊപ്പം നേർക്കുന്നെ കടമോ തൊണ്ടു ഭയം നാഥ നരകത്തിനേറ്റി പാർപ്പിക്കുക നീ ഹിതമോക്ത ദിക്കിൽ പാർക്കുമോ രക്ഷകനേ, ശുഭമായ സ്തുതി ചെയ്യുന്നേ. അനുതാപത്താൽ മുൻ നിൻവാതിൽ തുറന്നിടുന്നു. എല്ലാം നന്മയുമേകും നിൻ നന്ദുനിയാവാനിന്നേ നൽവരമേകി സന്തോഷ
മറിയിരിക്കുന്നവനും ദൈവത്തിന് നിയമത്തുള്ളവനായ മനുഷ്യ ആർക്കുമോർ നീ കർത്താവിനാണ് ശരണവും എന്റെ സ്ഥലവും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം ഞാനൊന്ന് പറയുക. എന്നാലും അവർ തന്നെ കണ്ണിൽ നിന്ന് മൃതത്വത്തെ നിരീക്ഷിക്കും. അവൻ തന്നെ തോൾ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചുഴലിക്ക് നീ മറിക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റിലും ആയുധമായിരിക്കും. നീ രാത്രി ഭയത്തിൽ വളർത്തുന്ന ആശ്രയത്തിൽ നിന്നും ഇരുട്ട് സഞ്ചാരത്തിൽ നിന്നും ഉച്ചവെന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. ഒരു 10,000 നിന്റെ വലതു ഭാഗത്ത് നിന്ന് 10,000 വീഴും. അവർ നിങ്ങളിലേക്ക് അടുക്കുകയില്ല. എന്നാലും നീ നിന്നെ കൊണ്ട് തന്നെ കാണും. ദുഷ്ടന്മാർക്കുള്ള ബലിവരത്തെ നീ കാണും. എന്നാൽ ഒരു നിലവാസസ്ഥലമാക്കിയ എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോടൊക്കെയില്ല, ശിവന്റെ കൂടാരം സമീപിക്കുകയുമില്ല. എന്നാൽ നിന്റെ സ്ഥല വഴികൾ നിനക്ക് ആക്കിടുന്നതിനായിട്ട് അവൻ തന്റെ മാലകമാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഇടച്ചുണ്ടായിരിക്കാനായിട്ട് അവർ തങ്ങളുടെ ഭൂജങ്ങൾ നിന്നെ വഹിക്കും. സർവത്തെ നീ ചവിട്ടും. സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അവനെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷപ്പെടുത്തും. അവനെ നാം അറിഞ്ഞുകൊണ്ട് എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. നിരക്കത്തിൽ ഞാൻ അവനോട് കൂടിയിരിക്കും. അവനെ ഞാൻ ബലപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യും. ദീർഘായുസ്സോടെ ഞാൻ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് കണ്ണുകളുയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായാകാശഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലുകൾ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരന് ഉറക്കം തൂങ്ങിയുമില്ല. ഇന്ന് ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവുന്നു. കർത്താവ് തന്റെ വലുതാണ് നിനക്ക് നിഴലിടും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സ്ഥലദോഷന് കാത്തോളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. നിന്റെ ഗമനത്തെയും ഇന്ന് മുതൽ നിൽക്കാൻ കാത്തുകൊള്ളും. ദൈവമേ സ്തുതിക്ക് പോകുന്നു. പറക്കുമോ മറിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ കരുണയും ചെറുള്ള നിഴൽ കീഴപ്രത്യങ്ങളോട് കരുണ ചെയ്യണമേ. സകലവും കേൾക്കുന്നവനെ നിന്റെ കരുണയാൽ നിന്റെ ദാസന്റെ അപേക്ഷയെ നീ കേൾക്കണമേ. മഹത്വമുള്ള രാജാവും ഞങ്ങളുടെ രക്ഷകനുമായ മിശിക, നിരപ്പം നിറഞ്ഞിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളുടെ കണ്ണിന്റെ അടുക്കിലേക്ക് ഉയർത്തിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ഇഹപരമാരുടെ ലോകം ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണമേ. നിന്റെ സ്ലീബ ദുഷ്ടനിൽ നിന്നും അവന്റെ സകല സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ജീവനോടിരിക്കുന്ന നാളുകളൊക്കെ നിന്റെ വലുതേ ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴ്മാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും നീ ഉണ്ടാക്കണമേ. നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണം. നിന്റെ സ്ഥാനത്തുനിന്ന് വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ ബഹുമാനം നിന്റെ സ്ഥാനത്തുനിന്ന് വാഴ്ത്തപ്പെട്ടതാകുന്നു. നിന്റെ ബഹുമാനം നിന്റെ സ്ഥാനത്തുനിന്ന് വാഴ്ത്തപ്പെട്ടതാകുന്നു. എന്നേക്കും വിശുദ്ധിയും മഹത്വമുള്ളവനുമാകുന്നു. കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ രക്ഷിക്കണമേ. നിങ്ങളുടെ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും നിറഞ്ഞതാകുന്നു. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയോ കാണപ്പെടുന്നവയും കാണപ്പെടാത്തയുമായ സ്ഥലത്തിന്റെയും ഇഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകമുമ്പേ പിതാന്നേൽച്ചനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും തന്നാൽ സ്വലം നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസായ പ്രകാരം സ്വതന്ത്രിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവ് മറിയാമിൽ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറക്കപ്പെട്ട് കഷ്ടത്തെ അനുഭവിച്ച് മരിച്ചു കിടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലുതുവാതിരുന്നവനും ജീവനുള്ളവരെയും മച്ചിരിപ്പാൻ തന്റെ വലിയ മുഖത്തോടെ ഇനിയും വരാനിരിക്കുന്നതിനും തന്റെ രാജ്യത്തിന് അവസ്ഥയില്ലാത്തതിനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിക്കുന്ന കർത്താവും
പിതാവെന്ന് ഉറപ്പെട്ട് പിതാൻമുത്തിനോടുകൂടെ നീക്കപ്പെട്ട് സ്തുതിക്കുമെന്നതിനും നിബിയന്മാരും ശ്രീയന്മാരും സംസാരിച്ചതിനുമായ ജീവനും വിഷയമുള്ള കുറവായാലും കാതോലികവും സ്ലൈകവുമായ ഏകസഭയിൽ ഞങ്ങൾ മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചവർ ഉറപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. മൂർദിനാൾ സ്തുതിയോട് രാജമകൾ ഹാലേ ലോയായുഹാലേ ലോയാനിൽ വലമായ രാജഭാമിനിയോ വളരുമ വല്ലഭനോന്റെ കാരകിൽ ഒരുപോലെങ്ങും മർപത്രോസ് പൗലോസ് പ്രാർത്ഥനയിൻ സമയമിതല്ലോമോ കുറിയാക്കു സഹദാവരിൻ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ.
ശ്രേഷ്ഠ ബാവ തിരുമേനിക്ക് വേണ്ടി പ്രത്യേക ധൂപാർപ്പണം നടത്തി പ്രാർത്ഥിക്കാം. ചേർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും ഹല്ലേലൂയ നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം പുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെയും ഞാനുപദേശിച്ചിടുമേ സാക്ഷിയെയും ബാറക്കുമോ പോലെ ബ്രോവൽ റോഹോ കാദീശോ ശുചിയോട് ശുദ്ധിയാബേസ്കുദിശ ധ്യാനദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം സൗമൻ കാലസ്കുറിയേരായിസോ ഭക്തിയാമാത്മഹായിൽ പരിചരിച്ച ശ്രേഷ്ഠാചാര്യനെ പരമാനന്ദലോകത്തിൽ പരിചോടിയേർ ചേർക്കട്ടെ ബാറക്കുമോ മറന്നീടല്ലേ സോനുനാഥ ശുശ്രൂഷകരാം ശ്രേഷ്ഠാചാര്യനെ ഉയർപ്പീൻ വലിയൊരു നാളീങ്ങൾ അവർക്ക് ഗണമേ മുഖകാന്തി മുറിയോരാകെ മേലൈനോവാദാരേ ശരണീച്ചോ ശ്രേഷ്ഠാചാര്യ പുണ്യം നാദസ്തോത്രം കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും നിൻ കൃപയിൽ ജീവസ്വരമതുണർത്തണമേ കബറിനു ജ്ഞാനത്തിനായി സോമക്കാലസ്കുറിയേനായി ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഹൃദയം നൽകുന്നു കബറുകളുള്ളിൽ നിന്ന് നവരവരോടിഴുന്നേറ്റു ഉയരുകുന്നേ നീ സ്തുതി ചെയ്തിടുന്നു ചിന്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തേക്ക് മരിച്ചതു ഞാൻ എന്നും കേട്ടാൽ തന്നരുളിഞ്ഞ മഹത്വം ഒരുയോരാകെ മേലയോരാകെ കർത്താവേ കള്ളന് കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ടിടേണം ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും വാഴ്ത്തി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാപ്രാർത്ഥനയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവം നമ്പുരാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും ആയുള്ളോയെ ബലഹീനവും കുറവുള്ളതുമായ അടിയങ്ങളുടെ പ്രാർത്ഥന ഭയങ്കരമുള്ളതും ഔന്നത്യമേറിയതുമായ അവിടുത്തെ ശ്രേഷ്ഠ സിംഹാസനത്തിന് മുമ്പാകെ തമ്പുരാനെ പെറ്റ അമ്മയുടെ കാവൽ പിതാക്കന്മാരായ മാർ പത്രോസ് പൗലോസ് ലീഗന്മാരുടെയും മാർ ഇഗ്നാത്തിയോസിൻ്റെയും പരിശുദ്ധനായ മാർ കുര്യാക്കോസ് സകതായുടെയും ശുദ്ധിമതിയായ ഉലോത്തി അമ്മയുടെ മഹാമധ്യസ്ഥത മുഖാന്തരം
കേൾക്കപ്പെട്ടവയും അംഗീകാരയോഗ്യവുമായി തീരണമയോശോ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ വിശുദ്ധത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടി സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. അനുഗ്രഹീതമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവമേ അപേക്ഷിക്കണമേ. ആമേൻ. സന്ധ്യാപ്രാർത്ഥന സമാപിച്ചുവല്ലോ. എല്ലാവരും യഥാസ്ഥാനത്ത് അല്പസമയം ഇരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പുണ്യവാനായ മോർ കുര്യാക്കോസ് സഹോദായുടെ തിരുശേഷിപ്പ് പുനർസ്ഥാപിച്ചതിൻ്റെ ഓർമ്മ ഇന്നും നാളെയുമായി നമ്മുടെ പരിശുദ്ധ ഇടവക ആചരിക്കുമ്പോൾ വളരെ അനുഗ്രഹകരമായി സന്ധ്യാപ്രാർത്ഥന ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു. അതിന് നേതൃത്വം നൽകിയ ഒന്നിരായ കോർപ്പിസ്കോപ്പ അച്ഛന്മാരോടും ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും അവരുടെ പാദാന്തിക വിനയപൂർവ്വം ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. അല്പസമയം നമുക്ക് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ചേർന്നിരുന്ന് ഒരു പെരുന്നാൾ സന്ദേശം കേൾക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥനയോടെ ഒരുങ്ങുകയാണ്. ഒന്നിയ കോർപ്പിസ്കോപ്പ അച്ഛൻ രാജു അച്ഛൻ ഇപ്പോൾ പെരുന്നാൾ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിക്കും. പ്രാർത്ഥനയോടെ എല്ലാവരും യഥാസ്ഥാനങ്ങളിൽ ചേർന്നിരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ചെറുവിളിയിൽ വന്നിയ സാജു കോർപ്പിസ്കോപ്പ അച്ഛൻ, പള്ളിയുടെ വികാരിയായിരിക്കുന്ന ഇത്രയും ബഹുമാനപ്പെട്ട കളപ്പുരയ്ക്കൽ വർഗീസ് അച്ഛൻ, ഇത്രയും ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇടവകയുടെ കാവൽ മാതാവായിരിക്കുന്ന മോർ യൂരുത്തിയമ്മയുടെയും കാവൽ പിതാവായിരിക്കുന്ന മോർ കുര്യാക്കോസ് സഹദായിയുടെയും തിരുശേഷിപ്പ് പുനഃസ്ഥാപിച്ചതിൻ്റെ ഓർമ്മയെ ഈ ഇടവക ഇന്നും നാളെയുമായിട്ട് ആഘോഷിക്കുകയാണല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങൾ വലിയ വേദനയുടെയും ദുഃഖത്തിൻ്റെയും അനുഭവത്തിലാണ്. പ്രത്യേകിച്ച് പുത്തൻകുരിശ് ഇടവക, നമ്മുടെ ഇടവകയിലെ ശ്രേഷ്ഠാചാര്യൻ പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക അബൂന്മാർ ബസലിയോസ് തോമസ് പൊതുവൻ ബാവ തിരുമനസ്സുകൊണ്ട് ദൈവ തിരുസന്നിധിയിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെട്ടിട്ട് ഇന്നേക്ക് 14 ദിവസം ആകുന്നതേയുള്ളൂ. തീർച്ചയായിട്ടും ആ വേർപാട് പരിശുദ്ധ സഭയോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയ്ക്കും വലിയ തീരാനഷ്ടമാണ്. ദൈവം അനുഗ്രഹിച്ച് വളർത്തി വലുതാക്കി പരിശുദ്ധ സഭയുടെ പ്രാദേശിക തലവനായി വരെ ശ്രേഷ്ഠഭാവായ ദൈവം സഭയ്ക്ക് വേണ്ടി വിനിയോഗിച്ചു. ഇപ്പോൾ തീർച്ചയായിട്ടും ആ പരിമിതികൾക്കെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഈ വർഷത്തെ നമ്മുടെ പെരുന്നാൾ കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടാടുന്നത്. ഈ സന്ധ്യാസമയത്ത്
പരിശുദ്ധനായിരിക്കുന്ന മോർ കുര്യാക്കോസ് സഹദായിയുടെയും യൂലുത്തിയമ്മയുടെയും ഓർമ്മയെ സ്മരിക്കുമ്പോൾ അവർ ലോകത്തിന് നൽകിയിട്ടുള്ളതായ ആ സാക്ഷ്യം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൂടെ ലോകത്തിന് നൽകിയിട്ടുള്ളതായ ആ വലിയ ഉത്തരവാദിത്വം, അത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർത്തുവാനായിട്ട് ഉത്തരവാദിത്വമുണ്ട്, കടപ്പാടുണ്ട്. പല സന്ദർഭങ്ങളിലും മോർ കുര്യാക്കോസ് സഹദായുടെയും യൂലുത്തിയമ്മയുടെയും ജീവിത ചരിത്രവും അവർ അനുഭവിച്ചതായ യാതനകളും പീഡകളും ആ പ്രയാസങ്ങളെല്ലാം പല സന്ദർഭങ്ങളിലും നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. കേവലം 3 വയസ്സ് പ്രായം മാത്രമേ കുര്യാക്കോസ് സഹദായിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ നമ്മുടെ മാനുഷികമായ ചിന്തയിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാം, ഈ 3 വയസ്സ് പ്രായമുള്ളതായ കുഞ്ഞ് എങ്ങനെയാണ് പരിശുദ്ധനായി തീർന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടത് അവൻ എങ്ങനെയാണ് എന്നെല്ലാം നമ്മൾ ചിന്തിക്കാം. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് അനേകം ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ അനേകം സംഭവങ്ങൾ നൽകുന്നുണ്ട്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വിളിച്ച് വേർതിരിക്കപ്പെടുന്നതായ അനേകം ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും നമ്മൾ വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ മാതാവ്, ശുദ്ധിമതിയായ മാതാവ് കന്യമറിയാം, തൻ്റെ ചർച്ചക്കാരിയായ എലിശുബ ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കി എലിശുബായുടെ അടുക്കൽ ചെല്ലുമ്പോൾ ലോകം മച്ചിയെന്ന് വിളിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ മുദ്രകുത്തിയിരുന്നതായ എലിശുബായ്ക്കത് 6-ാം മാസമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നൽവരപ്രകാരം അവൾ ഗർഭിണിയായി തീർന്നു. ആ ചാർച്ചക്കാരെ കാണുവാനായിട്ട് ആ ഭവനത്തിൽ ചെന്നപ്പോൾ തൻ്റെ മാതാവിൻ്റെ സാമീപ്യം കൊണ്ട് എലിശുബായുടെ ഉദരത്തിലെ കുഞ്ഞ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് തുള്ളിച്ചാടി എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാൻ സ്നാപകൻ ഈ ലോകത്തിലേക്ക് പിറന്നതിന് ശേഷം തൻ്റെ ജീവിതത്തിലൂടെ വിശുദ്ധിയിലൂടെ ജീവിച്ച് രക്തസാക്ഷിത്വ മരണം പ്രാപിച്ച് നമുക്ക് വേണ്ടി മധ്യസ്ഥത യാചിക്കുകയാണ്. ഇതാ കുര്യാക്കോസ് സഹദായി തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ ഒരു പൈതലായിരുന്നു. എന്നാൽ അവൻ്റെ ജീവിതം ഈ ലോകത്തിൽ കേവലം 3 വർഷക്കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാമാന്യമായിട്ടുള്ളതായ ബുദ്ധിയും കഴിവും ദൈവിക അനുഗ്രഹത്തിൻ്റെ ഒരു നിറകുടവുമായിരുന്നു മോർ കുര്യാക്കോസ് സഹദാ. നമുക്കറിയാം, കുര്യാക്കോസ് സഹദായുടെയും യൂലുത്തിയമ്മയുടെയും ജീവിത ചരിത്രം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ളതായ പീഡകൾ, ഏതെല്ലാം തരത്തിലുള്ളതായ കഷ്ടതകൾ അന്നത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയിൽ നിന്ന് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഈ പീഡകളെല്ലാം അനുഭവിക്കുന്നതായ സമയത്ത് തൻ്റെ സത്യ ദൈവത്തിൽ ആരാധിച്ചുകൊണ്ട്, സത്യ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, തൻ്റെ വിശ്വാസം ബലി കഴിക്കാതെ വിശ്വാസ തീഷ്ണതയോടുകൂടെ എല്ലാ പ്രതിബന്ധങ്ങളുടെയും മധ്യത്തിൽ നിൽക്കുന്നതായ ഒരു ശിശുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ വലിയ പീഡകളെയും വലിയ കഷ്ടതകളെയും എല്ലാം അദ്ദേഹം പല സന്ദർഭങ്ങളിലും അതിജീവിച്ചിട്ടുണ്ട്. അവസാനം ശുദ്ധിമതിയായ മാതാവ് വാളാൽ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ മോർ കുര്യാക്കോസ് സഹദാ വലിയ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് ആ കുഞ്ഞിൻ്റെ തല പൊട്ടി പിളർന്ന് മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ പീഡകളും ഈ കഷ്ടതകളും ഈ പ്രയാസങ്ങളെല്ലാം വന്നപ്പോൾ ഒരിക്കലും യൂലുത്തിയമ്മയും അതുപോലെ തന്നെ കുര്യാക്കോസ് സഹദായും തങ്ങൾ വിശ്വസിച്ചതായ ആ ദൈവത്തെ മറുതലിച്ച് പറഞ്ഞില്ല, തള്ളി പറഞ്ഞില്ല.
വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പരിശുദ്ധനായിരിക്കുന്നതായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയതായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടേണ്ട, എന്നാലോ എപ്പോഴും പ്രാർത്ഥനയും അപേക്ഷയും സ്തോത്രവുമായിട്ട് നിങ്ങളുടെ യാചനകൾ ദൈവമുമ്പാകെ അറിയിക്കുകയത്രേ വേണ്ടത്. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്, എന്നാലോ എപ്പോഴും പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടും കൂടെ നിങ്ങളുടെ ആവശ്യങ്ങളും അപേക്ഷകളും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയത്രേ വേണ്ടത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കാണുന്നു. സർവബുദ്ധിയെയും അതിശയിപ്പിക്കുന്നതായ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ബോധങ്ങളെയും യേശുമിശിഹായിൽ കാത്തുകൊള്ളട്ടെ. സർവബുദ്ധിയെയും അതിശയിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സന്തോഷം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതുന്നതായ ആ ലേഖനം, അതിൻ്റെ പശ്ചാത്തലം പരിശുദ്ധനായ പൗലോസ്ലീഹ കാരാഗൃഹത്തിലായിരുന്നതായ സമയത്ത് ഫിലിപ്പിയായിലുള്ളതായ തൻ്റെ മക്കളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ സത്യദൈവത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവർക്ക് ശക്തിയും ധൈര്യവും കൊടുത്തുകൊണ്ട് കാരാഗൃഹത്തിൽ ഇരുന്ന് എഴുതിയതായ ഒരു ലേഖനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയതായ ലേഖനം. അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്: നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയോടും ഉപവാസത്തോടും അല്ലെങ്കിൽ അപേക്ഷയോടും അല്ലെങ്കിൽ സ്തോത്രത്തോടും കൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയത്രേ വേണ്ടത്. ശുദ്ധിമതിയായ യൂലൂത്തിയമ്മയും മഹാപരിശുദ്ധനായിരിക്കുന്നതായ മോർ കുറിയാക്കോസ് സഹദായും തങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരമാണ് ചെയ്തത്. അവരൊന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടില്ല, ഒന്നിനെക്കുറിച്ചും അവർ പ്രയാസപ്പെട്ടില്ല, അവർക്കൊരാകുലതയുണ്ടായിരുന്നില്ല. അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളും പലതരത്തിലുള്ളതായ പീഡകളും കഷ്ടതകളെല്ലാം ഉണ്ടായതായ സമയങ്ങളിലെല്ലാം അവർ സത്യദൈവത്തെ മുറുകെ പിടിച്ചു. എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നിവർന്നു നിന്ന് തങ്ങൾ നേരിട്ടതായ പ്രതിസന്ധികളെ അല്ലെങ്കിൽ അതിനെയെല്ലാം തരണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക. നമ്മളുടെ ജീവിതത്തിൽ ചെറിയ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോഴേക്കും എന്തെന്നില്ലാത്തതായ ആകുലതയാണ്. ജീവിതത്തിൽ ചെറിയൊരു സാമ്പത്തികമായ പ്രശ്നം വരുമ്പോൾ നാളത്തേക്ക് എങ്ങനെയാണ്, പിന്നീട് പലതരത്തിലുള്ളതായ ചിന്തകളാണ്. എങ്ങനെയാണ് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം നടക്കുന്നത്, എങ്ങനെയാണ് എൻ്റെ മക്കളെ കെട്ടിച്ചയക്കുവാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എനിക്കൊരു ഭവനം നിർമ്മിക്കുവാനായിട്ട് സാധിക്കുന്നത്, ഇങ്ങനെയുള്ളതായ പലതരത്തിലുള്ളതായ ചിന്തകൾ നമ്മളെ അലട്ടും. ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോഴും ഇനി എന്ത് ചെയ്യണം, ഈ രോഗം മാറുമോ, പലതരത്തിലുള്ളതായ ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളും ഓരോരോ പ്രതിസന്ധികളെല്ലാം ഉണ്ടാകുമ്പോഴും ഇതുപോലെയുള്ളതായ ആകുലതകളിലൂടെയും പ്രയാസങ്ങളിലൂടെ എല്ലാമാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. എന്നാൽ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ധൈര്യപ്പെടുത്തുക, ഫിലിപ്പിയായിലെ ആ ദൈവമക്കളെ ധൈര്യപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ടതായ ആവശ്യമില്ല, ഒരു കാര്യങ്ങളെ പറ്റിയും നിങ്ങൾ ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ടതായ ആവശ്യമില്ല. നേരെ മറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടെ അപേക്ഷയോടുകൂടെ ഉപവാസത്തോടുകൂടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നിങ്ങൾ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സർവബുദ്ധിയെയും കവിയുന്നതായ ഒരു ദൈവീക സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പ് നൽകുന്നവനായ ഒരു ക്രിസ്തു,
ആ ക്രിസ്തുവിനെയാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്നത്. ഇതാ കുറിയാക്കോസ് സഹദായുടെയും യൂലുത്തിയമ്മയുടെയും ജീവിതത്തില് ആ ഒരു വലിയ പ്രത്യാശ അവർക്കുണ്ടായിരുന്നു, ആ ഒരു വലിയ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, പീഡകൾ ഉണ്ടായപ്പോൾ, പലതരത്തിലുള്ളതായ ഓഫറുകളെല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ അതൊന്നിനെയും സ്വീകരിക്കാതെ ജീവിതത്തിൽ എന്തു വന്നാലും എൻ്റെ സത്യദൈവത്തെ ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല എന്ന് ആ മാതാവും ആ മകനും കൂടെ ദൈവ തിരുസന്നിധിയില് ധൈര്യത്തോടുകൂടെ എഴുന്നേറ്റ് നിന്ന്, അല്ലെങ്കിൽ ഭരണകർത്താക്കളുടെ മുമ്പിൽ ധൈര്യത്തോടുകൂടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്. പല സന്ദർഭങ്ങളിലുമെല്ലാം ഈ പ്രതിസന്ധികളിൽ നിന്നെല്ലാം അവർക്ക് വിടുതൽ ലഭിച്ചു. എന്നാൽ അവസാനം രക്തസാക്ഷിത്വ മരണം പ്രാപിച്ചു. ആ പരിശുദ്ധനായിരിക്കുന്ന കുറിയാക്കോസ് സഹദായുടെയും യൂലുത്തിയമ്മയുടെയും ഓർമ്മ പെരുന്നാളാണ് ഇന്ന് ഞാനും നിങ്ങളും കൊണ്ടാടുന്നത്. വിശ്വാസ തീഷ്ണത. ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ആകുലപ്പെടരുത്. നിന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അറിയുന്നവനായ ക്രിസ്തു നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നിനക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അവനാണ് നിന്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അവനറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. തളർച്ചയായിക്കൊള്ളട്ടെ, ഉയർച്ചയായിക്കൊള്ളട്ടെ, തളർച്ച വരുമ്പോൾ താളടിയായി പോകാതെ കൂടുതൽ കൂടുതൽ ദൈവ തിരുസന്നിധിയിലേക്ക് അടുത്തു വരിക, വിശ്വാസത്തോടുകൂടെ സമർപ്പിച്ചു കൊടുക്കുക. ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നിഗളിച്ചു പോകാതെ ദൈവ തിരുസന്നിധിയിലേക്ക് വിനയത്തോടുകൂടെ സമർപ്പിച്ചു കൊടുക്കുക. അപ്പോൾ കൂടുതൽ കൂടുതലായിട്ട് ദൈവ തിരുസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ തന്ന് നമ്മെ വളർത്തും. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുടെയും ദുഃഖത്തിൻ്റെയും ഒരനുഭവത്തിലാണല്ലോ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കടന്നു പോകുന്നത്. കണ്ണുനീരോടുകൂടെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആകുലപ്പെടാതെ, വിചാരപ്പെടാതെ, സർവവും ഉപവാസത്തോടും പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടെ ദൈവ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവീക സമാധാനവും സന്തോഷവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ജീവിക്കുന്നവനായ ക്രിസ്തു, പരിശുദ്ധനായിരിക്കുന്ന മാർ പത്രോസ് പൗലോസ് ലീഹന്മാരുടെയും മാർ കുറിയാക്കോസ് സഹദായുടെയും യൂലുത്തിയമ്മയുടെയും വലിയ മധ്യസ്ഥത മുഖാന്തരമായിട്ട് തീർച്ചയായിട്ടും ആ വലിയ ദൈവിക സന്തോഷം നമ്മളുടെ ഇടവകയ്ക്ക്, നമ്മുടെ ഭവനങ്ങൾക്ക്, നമ്മുടെ വ്യക്തി ജീവിതങ്ങൾക്ക് തീർച്ചയായിട്ടും നൽകും. ആയതിന് ഈ പെരുന്നാൾ കാര്യങ്ങളെല്ലാം മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഈ തിങ്കളാഴ്ച തിരിച്ചു പോകേണ്ടതായിരുന്നു. എന്നാൽ ഇനി ബാവായുടെ 40 കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. തീർച്ചയായിട്ടും ഇതൊരു നിമിത്തമായിരുന്നു. ഈ നമ്മുടെ ഇടവകയുടെ ഈ പെരുന്നാൾ കാര്യങ്ങളിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങളോട് ഒരുമിച്ചായിരിക്കാനും ദൈവം നൽകിയതായ വലിയ കൃപയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇന്ന് ഇതിനൊരവസരം നൽകിയതായ ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി അച്ഛൻ കളപ്പുരയ്ക്കൽ വർഗീസ് അച്ഛനോടും പള്ളിയുടെ ഭരണസമിതി അംഗങ്ങളോടും എല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വീകരിക്കപ്പെടട്ടെ. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശുദ്ധനായ മോർ കുറിയാക്കോസ് സഹദായുടെ ജീവിത സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സന്ദേശം പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് നൽകി. നമ്മുടെ എല്ലാം ക്രൈസ്തവ ജീവിതത്തിൽ ആകുലതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം കടന്നു വരുമ്പോൾ എല്ലാറ്റിനെയും മായിച്ചു കളയുന്ന ദൈവികമായ സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ നിറയുവാനുള്ള പ്രാർത്ഥന നമ്മിലുണ്ടാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. പ്രതികൂലങ്ങളില്ലാത്ത ജീവിതമല്ലല്ലോ ക്രിസ്തീയ ജീവിതം, പ്രതിസന്ധികളില്ലാത്ത ജീവിതമല്ല ഇത്.
പക്ഷേ ഏതൊരു പ്രതികൂലത്തെയും പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ വലിയ ശാന്തതയും സമാധാനവും അതിൻ്റെ അപ്പുറത്ത് അനുഭവിക്കുവാനായിട്ട് കഴിയും ദൈവമക്കൾക്ക്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ മുന്നേറുവാൻ സഹദായുടെ ജീവിതം, യുവലത്തി അമ്മയുടെ ജീവിതം പ്രചോദനമാകട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് അതോട് ചേർത്ത് ഈ സന്ദേശം നൽകിയ വന്യ കോർപ്പിസ്കോപ്പ് അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ സന്ധ്യാപ്രാർത്ഥനയിൽ ഒന്ന് സംബന്ധിച്ച് അതിന് നേതൃത്വം നൽകിയ വന്യ സാജു കോർപ്പിസ്കോപ്പ് അച്ഛൻ, ബഹുമാനപ്പെട്ട എൽദോസ് അച്ഛൻ, എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. സ്ലീബാമൊത്തി വഴിപാടർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും കഞ്ഞി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് കഴിച്ച് ഇന്നത്തെ പ്രോഗ്രാമുകൾ പര്യവസാനിച്ച് നമ്മൾ മടങ്ങിപ്പോവുകയാണ്. അച്ഛനോടെ ഓർമ്മപ്പെടുത്തിയതുപോലെ ശ്രേഷ്ഠഭാവ തിരുമേനിയുടെ ദേഹവിയോഗത്തെ തുടർന്ന് എല്ലാ ഇടവകകളിലും ആഘോഷമായി നടക്കേണ്ടുന്നതായ പെരുന്നാളുകളെല്ലാം ലളിതമായ ചടങ്ങുകളോടെ നടത്തി വരുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ. ബാവായുടെ മാതൃ ഇടവക എന്നുള്ളതായ നിലയ്ക്ക് നമ്മുടെ ഇടവകയും അതിനനുസൃതമായിട്ട് പെരുന്നാളിൻ്റെ ചടങ്ങുകളെല്ലാം നമ്മൾ ലളിതമായി ക്രമീകരിച്ച് നടത്തുവാനായിട്ട് മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ച് അതിന് പ്രകാരമാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നാളെ രാവിലെ 7 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും 8 മണിക്ക് വിശുദ്ധ കുർബാനയും ആരംഭിക്കും. വൈദിക സെമിനാരിയിലെ ബർസാറായിരിക്കുന്ന സെമിനാരി വാർഡനായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട മിഹായിൽ റമ്പാച്ചൻ നാളെ വിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മുടെ ഇടവയെ അനുഗ്രഹിക്കും. എല്ലാവരും നേർച്ച കാഴ്ചകളോടെ നാളെ വന്ന് പെരുന്നാളിൻ്റെ ചടങ്ങുകളിൽ സംബന്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കുർബാന കഴിയുമ്പോൾ പ്രസംഗം, അതേ തുടർന്ന് ഈ പള്ളി കോമ്പൗണ്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രദക്ഷിണവും, അതേ തുടർന്ന് ആശീർവാദവും, അത് കഴിയുമ്പോൾ എല്ലാവർക്കും പാച്ചോറ് നേർച്ചയുമാണ് നാളെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. 10:30 പെരുന്നാളിൻ്റെ എല്ലാ ചടങ്ങുകളും പര്യവസാനിക്കത്തക്ക വിധത്തിലാണ് നാളത്തെ പ്രോഗ്രാമുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും ഒന്ന് സംബന്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. മുൻപതിവ് പോലെ 250 രൂപ ഓഹരി എടുത്താണ് ഈ വർഷവും പെരുന്നാൾ നമ്മൾ നടത്തുന്നത്. കുര്യാക്കോസ് ഓർമ്മ പെരുന്നാൾ കർക്കിടകം 15-ാം തീയതി പെരുന്നാൾ ജൂലൈ മാസത്തിൽ ആഘോഷിച്ചു വന്നപ്പോൾ അനേകം ആളുകൾ ഈ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുവാൻ വ്യക്തികളും കുടുംബങ്ങളും എല്ലാം മുന്നോട്ട് വന്നപ്പോഴാണ് പെരുന്നാളിൻ്റെ ഏറ്റെടുത്ത ആളുകളുടെ എണ്ണം അധികമായി വന്നപ്പോൾ എല്ലാവർക്കും ഈ പെരുന്നാൾ നടത്തുവാനുള്ള സൗകര്യത്തെ പ്രതിയാണ് നവംബർ മാസം 13-14 തീയതികളിൽ സഹദായുടെ തിരുശേഷിപ്പ് മാറ്റി സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് ആ ദിവസം കൂടെ പെരുന്നാൾ നടത്തുവാനുള്ള ക്രമീകരണം ഇടവക ആരംഭിച്ചത്. അങ്ങനെ ഈ വിശുദ്ധൻ്റെ ഓർമ്മ 2 സമയങ്ങളിലായിട്ട് നമ്മുടെ ഇടവകയിൽ ആചരിച്ചു വരികയാണ്. ഇപ്പോൾ അങ്ങനെയുള്ള തിരക്കൊന്നുമില്ല. ഏറ്റുകഴിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാളും മുന്നോട്ട് വരാറില്ല. കുടുംബമായിട്ടും വ്യക്തിപരമായിട്ടൊന്നും പെരുന്നാളേക്കാൻ ആരും ഇപ്പോൾ തയ്യാറാകാറില്ല. അതിനൊരു വഴിയായിട്ടാണ് നമ്മൾ ഈ ഓഹരി എടുത്ത് അല്ലെങ്കിൽ ഷെയർ എടുത്ത് പെരുന്നാൾ നടത്തുന്ന ഒരു രീതി ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. എല്ലാവരും പെരുന്നാളിൻ്റെ ഷെയറുകൾ എടുക്കുവാനായിട്ട് സഹകരിക്കണം. ഒരു വീട്ടിൽ നിന്ന് ഒരാളെന്നുള്ള രീതിയിൽ ഒരു ഷെയർ എന്നുള്ള നിലയിൽ മാത്രമല്ല, അതിനേക്കാൾ അപ്പുറമായിട്ട് 1, 2, 3, 4 ഷെയറുകളൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 250 രൂപയാണ് അതിന് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ഓർപ്പിക്കുന്നു. ഇന്ന് കഞ്ഞി നേർച്ച ഉണ്ട്. അതിനാവശ്യമുള്ളതായ വസ്തുക്കൾ, അരിയും അതുപോലെ അങ്ങനെയുള്ള വസ്തുക്കളെല്ലാം നിങ്ങൾക്ക് വഴിപാടായിട്ട് നൽകാം. നാളത്തെ പാച്ചോറ് നേർച്ചയ്ക്കും, പണ്ടുകാലങ്ങളിൽ പാച്ചോറ് നേർച്ചയുണ്ടെന്നറിഞ്ഞാൽ അതിനാവശ്യമുള്ള അരിയും നാളികേരവും ശർക്കരയും ഒക്കെ ദേവാലയത്തിൻ്റെ നടയിൽ വഴിപാട് വയ്ക്കുന്ന ഒരു ക്രമീകരണമുണ്ട്. ഇപ്പോൾ പാച്ചോറ് നമുക്ക് ഇവിടെ വെച്ചുണ്ടാക്കാൻ അസൗകര്യം വന്നാൽ ആരെങ്കിലും അത് ഏൽപ്പിച്ചു അവർ പാകപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്യുമ്പോൾ തേങ്ങ കൊണ്ടുവരുവാനും അരി കൊണ്ടുവരുവാനും ശർക്കര കൊണ്ടുവരുവാനും ആരും മെനക്കെടാറില്ല.
അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ നാളെ വരുമ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ച് തേങ്ങയൊക്കെ കിട്ടുവാനായിട്ട് വലിയ ക്ഷാമമാണ്. അതുകൊണ്ട് ഭവനങ്ങളിൽ നിന്ന് പോരുമ്പോൾ തേങ്ങയും അതുപോലെ അരിയും ഒക്കെ കൊണ്ടുവന്ന് ദേവാലയത്തിൻ്റെ നടയിൽ വഴിപാടായി സമർപ്പിക്കുന്നത് അനുഗ്രഹമാണ്. 10 കിലോ അരിക്ക് 600 രൂപയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ആ വിധത്തിൽ നൽകുവാൻ കഴിയുന്നവർ സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ഇടവക രൂപീകരിച്ചിരിക്കുന്നതായ സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ജാക്കബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ കോൺഗ്രിഗേഷൻ ഫെബ്രുവരി മാസത്തിലാണല്ലോ അതിൻ്റെ രൂപീകരണം നടന്ന് രജിസ്ട്രേഷൻ എല്ലാം നടന്നത്. ഇപ്പോൾ ഏതാണ്ട് 8-9 മാസമായി അതിൻ്റെ കീഴിൽ നമ്മൾ സ്ഥലം വാങ്ങി അത് ഇടവയ്ക്കൊരു മുതൽക്കൂട്ടായി അത് വാങ്ങിയിട്ടിരിക്കുന്നു. അതിൻ്റെ കുറച്ച് പൈസ കൂടെ കടമുണ്ട്. അത് വീട്ടുവാനായിട്ട് ഈ ഡിസംബർ 31-ാം തീയതിക്കുള്ളിൽ ആ കടം തീർക്കുവാനായിട്ട് ഇടവക ആഗ്രഹിക്കുന്നു. ദൈവമക്കളുടെ അകമഴിഞ്ഞ സഹകരണം അതിൽ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച കൂടി അതിൻ്റെ കമ്മിറ്റിയിൽ അതിൻ്റെ ലിസ്റ്റെല്ലാം ഇങ്ങനെ നോക്കിയപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് എനിക്ക് മനസ്സിലായത്. ഏതാണ്ട് ഒരു 250ഓളം കുടുംബങ്ങൾ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പം അങ്ങനെ കൊടുക്കാത്തതായ ആളുകളുടെ എല്ലാം ലിസ്റ്റ് എനിക്ക് തരാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത വട്ടം പണി തുടങ്ങാനായിട്ട് പോവുകയാണ്. 2ാം ഘട്ടം അതിനു വേണ്ടിയുള്ള പരിശ്രമം ആരംഭിക്കുന്ന 2 യൂണിറ്റിൻ്റെ അതിൻ്റെ ലിസ്റ്റ് ഞാൻ വീട്ടിലിരുന്ന് എഴുതി ഫോൺ നമ്പറെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 5 കുടുംബ യൂണിറ്റിൻ്റെ കൂടെ ഒന്നും കൊടുക്കാത്തവരും ഇനി എന്തെങ്കിലും കൊടുക്കാനായിട്ട് ബാലൻസ് ഉള്ള ആളുകൾ അവരുടെയും എല്ലാം പേരുകൾ നോട്ട് ചെയ്തു പോരുകയാണ്. ഈ ദിവസമൊക്കെ എൻ്റെ ടെലിഫോൺ കോൾ നിങ്ങൾക്ക് വരും. ഞാൻ നേരത്തെ നിങ്ങൾ ഓർപ്പിച്ചിരുന്നു 2 സിമ്മുണ്ട്. ഒരുപക്ഷെ 2ാമത്തെ ഫോണിൽ നിന്നായിരിക്കും വിളിക്കുന്നത്. ചാടി കയറി എടുത്തു കഴിയുമ്പോൾ വർഗീസ് അച്ഛനാണെന്ന് പറയുമ്പോൾ ദയവ് ചെയ്ത് കട്ട് ചെയ്യരുത്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം കേട്ടതിന് ശേഷമേ അത് കട്ട് ചെയ്യാവൂ എന്ന് ഓർപ്പിക്കുന്നു. എന്തായാലും നമ്മുടെ ഇടവക ക്രമീകരിച്ചിരിക്കുന്ന ഈ സംരംഭത്തോട് നിങ്ങളുടെ സഹകരണം ഉണ്ടാകണം. കഴിയുന്നതും ഓരോ മാസങ്ങളിലും ചെറിയ എമൗണ്ട് വീതം നൽകി ഇതിനോട് സഹകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. ഒന്നും നൽകാത്ത കുടുംബങ്ങളെയും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ വിദേശത്ത് പോകുന്നതിന് മുൻപ് ഈ വീടുകളെല്ലാം ഞങ്ങൾ വിസിറ്റ് ചെയ്തതാണ്. 20 ദിവസം കൊണ്ട് 450ഓളം കുടുംബങ്ങൾ ഭവന സന്ദർശനം നടത്തിയിട്ടാണ് ഞാൻ പോയത്. മടങ്ങി വന്നപ്പോൾ അതിനകത്ത് ഇത്രയും ആളുകൾ ഒന്നും കൊടുക്കാത്തവരുണ്ട് എന്നുള്ളത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ സങ്കടം തോന്നി. ചില ഭാഗങ്ങളിലൊക്കെ വളരെയധികം ആളുകൾ ഇക്കാര്യത്തിലേക്ക് സഹകരിക്കാത്തവരുണ്ട്. അത് ഞാൻ അങ്ങനെയുള്ള ആളുകളെ വിളിക്കും. ദയവ് ചെയ്ത് നിങ്ങൾ സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. സ്ഥലം വാങ്ങിയിരിക്കുന്നവരോട് കടം പറയുവാനായിട്ട് സാധ്യമല്ലല്ലോ. അതുകൊണ്ട് ഡിസംബർ 31-ാം തീയതിക്കുള്ളിൽ ആ കടം വീട്ടേണ്ടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നിങ്ങളുടെ ഒരു വിഹിതം തുകയെങ്കിലും ഈ കാര്യത്തിലേക്ക് സംഭാവനയായിട്ട് നൽകി ഈ കാര്യത്തിൽ സഹകരിക്കണമെന്നും വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ശ്രീബാമൂർത്തി വഴിപാടർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ഇവിടെ കഞ്ഞി ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ വരുമ്പോൾ ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ വഴിപാട് കുർബാനയ്ക്കുള്ളതായ പേരുകൾ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ളതായ പേരുകളെല്ലാം നൽകുവാനായിട്ട് ശ്രദ്ധിക്കണം. ഷെയർ എടുക്കുവാൻ ഇനിയുള്ള ആളുകൾ ഓഫീസിൽ പേരുകൾ കൊടുത്ത് ഷെയറുകൾ എടുക്കണം. വാങ്ങിപ്പോയവരുടെ പേരുകൾ ത്രോണോസിൽ ഓർക്കുവാനായി അതിനതേ കുർബാനയ്ക്കുള്ളതായ പേരുകളും നൽകുവാനായിട്ട് ശ്രദ്ധിക്കണം. ലേലം വിളിക്കുവാൻ ആവശ്യമുള്ള ലേലവസ്തുക്കൾ പള്ളി നടയിൽ വഴിപാടായി സമർപ്പിക്കുവാനും ദൈവമക്കൾ സഹകരിക്കണമെന്നും കൂടെ ഓർപ്പിക്കുന്നു. ഇപ്പോൾ മുൻപോട്ട് വന്ന് ശ്രീബാമൂർത്തി വഴിപാടർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. കഞ്ഞി കുടിച്ച് ശാന്തരായി പോകുവാനായിട്ട് ഓർപ്പിക്കുന്നു. കടലിനെ ഞാൻ നോക്കും
പരിസരമുള്ളവരെ ഒരു അറിയിപ്പ് കൂടെ പറയുവാനുണ്ട്. നമ്മുടെ ഈ പെരുന്നാൾ വിപുലമായ ചടങ്ങുകളോടെ നടത്തുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് മാനേജിംഗ് കമ്മിറ്റി അതിനുവേണ്ട തീരുമാനമെടുത്തപ്പോൾ പെരുന്നാൾ ആഘോഷ കമ്മിറ്റിയുടെ കൺവീനറായിട്ട് നമ്മുടെ പള്ളിയുടെ മുൻ ട്രസ്റ്റി പ്രിയപ്പെട്ട നെടുങ്ങോട്ടിൽ എൻ.എം. കുര്യാക്കോസിനെയും അദ്ദേഹത്തോടു കൂടെ 4-5 പേരെയും മാനേജിംഗ് കമ്മിറ്റി തിരഞ്ഞെടുത്ത് അവരെ ആ ചുമതല ഏൽപ്പിച്ചിരുന്നു. 2 ദിവസത്തെ നേർച്ച ശ്രദ്ധയും അതോടനുബന്ധിച്ചുള്ളതായ കാര്യങ്ങളുമെല്ലാം ഭംഗിയായിട്ട് നടത്തുവാൻ വേണ്ട എല്ലാ ഒരുക്കങ്ങളും അവരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്നതാണ്. ശ്രേഷ്ഠഭാവായുടെ ദേഹവിയോഗത്തെ തുടർന്ന് ആ ക്രമീകരണങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കി ലളിതമായ ചടങ്ങുകളോടെ ഇത് നടത്തുമ്പോൾ ഈ പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങൾക്ക് അവർ തന്നെയാണ് വേണ്ടുന്നതായ നേതൃത്വങ്ങൾ നൽകുന്നത്. പ്രിയപ്പെട്ട എൻ.എം. കുര്യാക്കോസ് ഇതിന് വേണ്ടുന്നതായ ഒരുക്കങ്ങൾ ചെയ്യുകയും ഇന്നത്തെ നേർച്ചക്കഞ്ഞി, നാളത്തെ പാച്ചോറ് നേർച്ച, അതോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങൾക്കെല്ലാം ബഹുമാനപ്പെട്ട ട്രസ്റ്റിമാരോട് ചേർന്ന് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും വേണ്ടുന്നതായ നേതൃത്വം നൽകുകയും ചെയ്യുന്നു. അവരോടുള്ളതായ സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി ഇടവകയ്ക്ക് വേണ്ടി ഈ സമയത്ത് അറിയിക്കുകയാണ്. പള്ളിയുടെ മുൻവശത്തുള്ളതായ ആനവാതിൽ വഴി 2 നിരയായി ദേവാലയത്തിനകത്തേക്ക് ആളുകൾ കടന്നു വന്ന് സ്ലീവാമൊത്തി വഴിപാടർപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ് എന്നറിയിക്കുന്നു. Waiting for